വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുഴൽക്കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 5, 6, 7 എന്നീ അളവുകളുള്ള ISI മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണയം നടത്തി കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഹാർഡ്വെയർ, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, കൊപ്പം. ഫോൺ 7510616130 9846424518 9846616130. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. മലയോരത്തെ നരഭോജി കടുവയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കാളികാവ് പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം ചേർന്നു. സർവകക്ഷി യോഗത്തിൽ AP അനിൽകുമാർ MLA നേതൃത്വം നൽകി. ഇടപെടലുകൾ ഏതെല്ലാം രീതിയിൽ വേണം, അതിന് ജനങ്ങളുടെ, ജനപ്രതിനിധികളുടെ പിന്തുണ, ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കടുവയെ പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയാനുള്ള കാരണം, തൊട്ടടുത്താണ് കരുവാരക്കുണ്ട്. അവിടെ കണ്ട കടുവയല്ല ഇത് എന്ന് പറയുന്നു. അതും ഇത് ഒന്നാണോ, ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഏത് രീതിയിലായാലും കടുവ ഇതാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ, ഏത് കടുവയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇനി ഇത്തരത്തിലൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവൻ സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അതിനാവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഏതെല്ലാം ഇടപെടാൻ ഇപ്പം പറഞ്ഞു, അവിടെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രം തെളിയുമെന്നാണ് പറയുന്നത്. അത് ഏറ്റവും നല്ല കാര്യം. എത്ര പെട്ടെന്നാണോ കഴിയുന്നത് അത്രയും പെട്ടെന്ന് നമുക്കത് കണ്ടെത്തിയേ മതിയാവും. അവിടെ ഇപ്പൊ പറഞ്ഞോണ്ട് ആവർത്തിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇനി നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ, ഈ കടുവയെ കണ്ടെത്തുന്നത് സ്വാഭാവികമായും ഈ ഒരു മരണം, അതുണ്ടാക്കുന്ന ഒരു ചലന പ്രതിഷേധം, അതൊന്നങ്ങനെ ആറിട്ടണത്ത് വരുമ്പോൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ താഴോട്ട് പോകുന്ന ഒരു സ്ഥിരതലത്തിലേക്ക് പോകാൻ പറ്റില്ല. നിർബന്ധമായും കടുവയെ നമുക്ക് ഇവിടെ പിടികൂടുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. എത്ര ദിവസം എടുത്താണെങ്കിൽ ഇന്ന് തീർന്നാൽ ഏറ്റവും സന്തോഷം, നാളെ കഴിഞ്ഞാൽ തോന്നോറും നമുക്ക് ആശങ്ക വരും. പക്ഷെ അത് നമുക്ക് കടുവയെ പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു സുരക്ഷിത ബോധം, അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. രാവിലെ ഇപ്പോൾ 4 മണിക്കും 5 മണിക്ക് ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ, അപ്പൊ അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ പ്രധാനപ്പെട്ട. ഗഫൂറിന്റെ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം 14 ലക്ഷത്തിൽ നിന്ന് ഉയർത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. 5 ലക്ഷം രൂപ അധികൃതർ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. കൂടാതെ കടുവാഭീതിയിൽ ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് 1 മാസം സൗജന്യ റേഷനും ഭക്ഷണ കിറ്റും നൽകാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുമെന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷിജിമോൾ പറഞ്ഞു. കടുവ ആക്രമിച്ച സ്വകാര്യ എസ്റ്റേറ്റിന് സമീപമുള്ള കാട് വെട്ടാത്ത ഭൂമിയുടമകൾക്ക് നോട്ടീസ് നൽകാനും തീരുമാനിച്ചു. പ്രദേശത്ത് തരിശുഭൂമി പഞ്ചായത്തിന് കൃഷിക്ക് ഉപയോഗപ്രദമാക്കാനും കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ ഭൂമികളിൽ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ ധാരണയായി. യോഗത്തിൽ ജോജി K. അലക്സ്, N. നൌഷാദ്, KP ഹൈദരലി, VP ജസീറ, K. തങ്കമ്മു, K. സുബൈദ, N. മൂസ, K. രാമചന്ദ്രൻ, T. അബ്ദുറഹിമാൻ, T. ബഷീർ, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.